നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഓം നമ ശിവായ. ജ്യോതിഷശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയത്തോടെയും പ്രതീക്ഷയോടെയും നോക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. കാരണം ശനി ഭാഗ്യം നൽകുന്ന ഗ്രഹമല്ല, കർമ്മബലം നൽകുന്ന ഗ്രഹമാണ് ശനി. നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ബലം, നമ്മുടെ അച്ചടക്കം, നമ്മുടെ ക്ഷമ, നമ്മുടെ ആത്മാർത്ഥത, ഇതെല്ലാം വിലയിരുത്തി ബലം നൽകുന്ന ന്യായാധിപനാണ് ശനി. 2025 മാർച്ച് 29 മുതൽ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. 2027 വരെ ഈ സഞ്ചാരം തുടരും. ഈ കാലയളവിൽ ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വളരെ വിശദമായ ഒരു വീഡിയോ ആണ് ഇത്. ആദ്യം മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 12ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലവുകളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ആവശ്യമാണ്. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ നിങ്ങൾക്ക് വന്നേക്കാം. വീട്, വാഹനം, ചികിത്സ, കുടുംബ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യം തെളിയാനും സാധ്യത കാണുന്നു. വിദേശ ജോലി, വിദേശ ബിസിനസ്, വിദേശ പഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചേക്കാം. മനസ്സിൽ ചിലപ്പോൾ ഏകാന്തത അനുഭവപ്പെടാനും മാനസിക വ്യഥ അനുഭവപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഈ കാലഘട്ടം ആത്മീയ വളർച്ചയ്ക്കും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ വളരെ അനുയോജ്യമാണ്. ശനി നിങ്ങളെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെ വിലയാണ്. പെട്ടെന്ന് ബലം പ്രതീക്ഷിക്കാതെ കഠിനാധ്വാനം ചെയ്താൽ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് സ്വന്തമാക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും. അടുത്തത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനങ്ങളിൽ ഒന്നായ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലം ഇപ്പോൾ ലഭിക്കാൻ തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായത്. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും, ശമ്പള വർധനവുണ്ടാകും, ബിസിനസ്സിൽ ലാഭം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെയും സ്വാധീനമുള്ള വ്യക്തികളുടെയും ഒക്കെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. സാമൂഹിക രംഗത്ത് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കും. കലാമേഖലയിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക് വളരെ നല്ലതാണ്. സാഹിത്യത്തിലും സാംസ്കാരിക മേഖലയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ശനി നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അമിത ആത്മവിശ്വാസം നിങ്ങൾ ഒഴിവാക്കണം. വിനയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നായി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾ അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പരാജയങ്ങൾ ഉണ്ടാകും, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും വിനയത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും മുന്നോട്ട് പോകാൻ ഈ രാശിക്കാർ ശ്രമിക്കുക. ചിലപ്പോഴെങ്കിലും നിങ്ങളെ ചിലപ്പോൾ അഹങ്കാരം ഭരിക്കാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ ആ ചിന്ത കൈവിടിയണം. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് നിർണായകമായ ഒരു മാറ്റങ്ങളുടെ കാലമാണിത്. ശനി കർമ്മസ്ഥാനത്തായതിനാൽ നിങ്ങളുടെ കരിയറിനെ പുതിയ തലത്തിലേക്ക് ഉയർത്താനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ജോലി മാറ്റം സംഭവിക്കാം. ബിസിനസ്സുകാർക്ക് വികസന പദ്ധതികൾ ആരംഭിക്കാൻ കഴിയും. തുടക്കത്തിൽ സമ്മർദ്ദം അനുഭവപ്പെടുമെങ്കിലും പിന്നീട് അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. ഈ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ വരും വർഷങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ വളരെ ആലോചിച്ച്, വളരെ ചിന്തിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ചില തുടക്കമാണ് ഇത്, അല്ലെങ്കിൽ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള തുടക്കമായി ഇതിനെ കരുതണം. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും പുതിയ അവസരങ്ങളും ഒക്കെ വന്നു ചേരും. വിദേശ യാത്രകൾ, ഉയർന്ന പഠനം, പുതിയ ബിസിനസ് ബന്ധങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും സജീവമാകും. ബിസിനസിന്റെ വിപുലീകരണം, ചിലപ്പോൾ ഒരു സ്ഥലം വാങ്ങാൻ ആലോചിച്ചിരുന്നു, വീട് പണി പകുതി വഴിയിൽ നിന്നിരുന്നു, ഇതൊക്കെ സജീവമാകുന്ന ഒരു സാഹചര്യമാണ്. മാറി താമസിക്കലൊക്കെ നടക്കും. വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ട്.
ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കൂടി നിങ്ങൾക്ക് തോന്നാനുള്ള സാഹചര്യം കാണുന്നു. ഗുരുജനങ്ങളുടെയും മുതിർന്നവരുടെയും ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഭാഗ്യം അനുകൂലമാണ് എങ്കിലും ശനി ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധ്വാനമില്ലാതെ ഒന്നും ലഭിക്കില്ല. അതിനാൽ പരിശ്രമം തുടരുക. വിജയം ഉറപ്പായും നിങ്ങളുടെ വാതിൽ തേടിയെത്തും എന്നതാണ് ശനി ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ശനി അഷ്ടമസ്ഥാനത്തായതിനാൽ ജീവിതത്തിൽ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നിങ്ങൾക്ക് വേണം. അതാണ് ഏറ്റവും പ്രധാനം. കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ജാമ്യം നിൽക്കാതിരിക്കുക. കുടുംബ കാര്യങ്ങളിലൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. മറ്റൊന്ന്, ആരോഗ്യകാര്യത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ശരീരം നൽകുന്ന ചില സൂചനകളൊക്കെ അവഗണിക്കാതിരിക്കുക. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക. വ്യായാമം ചെയ്യുക. പഴയ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വീണ്ടും നിങ്ങളെ അലട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഈ കാലഘട്ടം നിങ്ങളെ കൂടുതൽ ശക്തനും പക്വതയുള്ളവനുമാക്കി തീർക്കുന്നതായിരിക്കും. മറ്റൊന്ന്, ശനി നിങ്ങളെ ജീവിതത്തിന്റെ ആഴങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സമയമാണിത്. ക്ഷമയും വിവേകവും കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കഷ്ടതകളെയും പ്രയാസങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു വസ്തുത. ബാക്കിയുള്ള രാശിക്കാരുടെ ഫലം നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാം. നന്ദി, നമസ്കാരം.